ഹേ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഫൈനൽ പ്രൊഫിലെ എൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ യൂഷ്വലി എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ സ്നാനം, ബിഫോർ ദാറ്റ് അഭ്യംഗം എല്ലാം ചെയ്ത് സ്നാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങാണ്. നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്, ജ്വല്ലറി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ആൻഡ് നമ്മൾ ഒരു പ്രൊഫഷണൽ കോളേജിൽ വൈറ്റ് കോട്ട്, ID കാർഡ് അതൊക്കെ നിർബന്ധമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ജസ്റ്റ് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, ഒന്ന് പുട്ടപ്പ് ചെയ്യണം. ഇവിടെ പുട്ടപ്പ് ചെയ്താലേ പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കോളേജിലോട്ട് പോകാൻ. പിന്നെ ശ്ലോകം പറയാനുണ്ട്, പറ്റുമോ എന്നെങ്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ഡേയും ഫൈനൽ പ്രൊഫ് BMS ആണ്. ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ക്ലാസ്സിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെ വരുന്ന ദിവസം തന്നെ എക്സാമാണ്. ഇന്ന് പ്രസൂതി തന്ത്ര സ്ത്രീ രോഗത്തിൻ്റെ എക്സാമാണ്. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ. എൻ്റെ കൂടെയുള്ളവരെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. അയ്യോ, ഒന്നും അറിഞ്ഞൂടാ. ഏതോ സിലബസിൻ്റെ പകുതിയിൽ നിന്നെങ്ങാണ്ട് വന്ന് കയറുക. അപ്പം ഇത് കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടേം എക്സാമാണ്. അപ്പോൾ അതിൻ്റെയും ടെൻഷനുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നീട് ഹോസ്റ്റൽ റൂമിൽ വന്നിട്ട് ബാഗൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണം. അഷ്ടാംഗഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ ബാക്കിയുള്ള നോട്ട്ബുക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം എടുത്ത് വെച്ച് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോവാണ്. ബുക്കൊക്കെ എടുത്തിട്ട് പോവാണ്. കൊണ്ട് നമ്മൾ റൂമൊക്കെ ക്ലോസ് ചെയ്യണം. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ പോവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ പുതിയ ക്ലാസ്സിലോട്ടാണ്. 3rd പ്രൊഫഷണൽ BAMS. സോ അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്. കണ്ടോ, സ്റ്റുഡൻസൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ കൂടി എടുത്തു. ഞാൻ കുറേ കാലത്തിന് ശേഷം വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം അവരുടെ അടുത്ത് ഇങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. നല്ല രസമുണ്ടായിരുന്നു. കുറേ കാലമായില്ലേ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട്. പിന്നെ തൽക്കാലം ഈ സീറ്റിലിരുന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ കോളേജിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ശ്ലോകപാരായണം നടക്കുകയാണ്. അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനം 1-ാം അധ്യായമായ ആയുഷ്കാമ്യമാണ് അവർ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. പിന്നെ കോളേജിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ടാണ് പല വിഷയസ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ എനിവേ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രോഗ്രാംസിൻ്റെ വീഡിയോ, ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിടാം. അത്രയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ നോർമലായിട്ട് എപ്പോഴും ഞാൻ ചെയ്യാറുള്ള പോലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം. പിന്നെന്താ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിന് പോകുന്ന സമയം പോയിട്ട് വരാം. അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പഞ്ചകർമ്മയായിരുന്നു. അതിൽ സ്വേദത്തിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പ്രൊഫൈലിൽ കുറച്ച് ബേസിക്സ് ഉണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലാതെ വന്നു. പക്ഷേ 2ാമത്തെ അവർ എന്ന് പറയുന്നത് PA ആയിരുന്നു. അത് എഴുതേണ്ടി വന്നു, എഴുതി. വലിയ കാര്യമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല. പിന്നെ 3-4 അവർ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അവറായിരുന്നു. ആദ്യം കേസിൽ പോയി. ആദ്യത്തെ ഒരു അവർ കേസിലായിരുന്നു. അവിടെ കേസ് ഡിസ്കഷൻ, പിന്നെ ഒരു പേഷ്യൻറ്റിനെ പോയി കണ്ടു, അവിടെ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പഞ്ചകർമ്മയിൽ പോയി ഉദ്വർത്തനം, അതിൻ്റെ അതായത് ഇലക്കിഴി, അതുപോലെ തന്നെ രൂക്ഷം സ്നിഗ്ധമായിട്ടുള്ള സ്വേദം, ഉദ്വർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കിഴിയൊക്കെ കെട്ടാൻ പഠിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ഉദ്വർത്തനവും അതുപോലെ തന്നെ സ്നേഹന, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കണ്ടു. ഉച്ചയ്ക്ക് ശേഷമുള്ള 2 അവർ എന്ന് പറയുന്നത് സുന്ദരൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെയായിരുന്നു. അതായത് ജ്വരമായിരുന്നു ടോപ്പിക്ക്. അതിൽ നമുക്ക് ഡൗട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു ന്യൂബോൺ ബേബി അല്ലെങ്കിൽ ഒരു ചൈൽഡ്, അവർക്ക് എങ്ങനെ മെഡിസിൻ കൊടുക്കാം, എന്തെല്ലാം മെഡിസിൻ കൊടുക്കാം, ഏതൊക്കെ ഫോർമുലേഷൻസ് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശൈലത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അത് ടീക്ക വെച്ചിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് ടഫായിട്ട് തോന്നി. പിന്നെ അതെനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അതിനുശേഷം ലാസ്റ്റ് ഓഡിയോ വിഷ്വൽ അവർ, അതൊരു എഡ്യൂ തിയേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൗമാരത്തിൻ്റെ ആയിരുന്നു. അതെന്ന് വെച്ചാൽ ന്യൂബോൺ ബേബി കെയറിനെ കുറിച്ചായിരുന്നു സംഭവം. ഓക്കെ,
അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഐ തിങ്ക് കണ്ടിന്യൂസ് ആകുമ്പോഴത്തേക്കും, അതായത് കുറേ ദിവസം യൂസ്ഡ് ആകുമ്പോഴത്തേക്കും ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. സീ യു നെക്സ്റ്റ്. ടാറ്റാ, ബൈ ബൈ.